നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തിയ BJPക്ക് ഇന്ന് നിർണായകമാണ്. 5 മാസമായിട്ട് സ്വന്തം വാർഡിൽ കൗൺസിലർ എവിടെയെന്ന് തിരഞ്ഞു നടക്കുന്ന നാട്ടുകാർ BJPയെയും പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം. ഇന്നുകൂടെ കൗൺസിൽ യോഗത്തിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലറായിട്ടുള്ള സുഗതൻ വന്നില്ല എങ്കിൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെടും. അങ്ങനെ അയോഗ്യനാക്കപ്പെടുകയാണെങ്കിൽ BJPക്ക് അത് വലിയ തിരിച്ചടിയാണ്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ് BJPക്കും തിരുവനന്തപുരം കോർപ്പറേഷനും ഇന്ന് എന്നുള്ളതാണ് ചുരുക്കം. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ ആ ഒരു പ്രസൻസ്, അതേക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതെന്താണ് എന്ന് ഉറ്റുനോക്കുന്നു കേരളവും. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതന്റെ അംഗത്വം റദ്ദാക്കാതിരിക്കാൻ അവധി അപേക്ഷയുമായിട്ടാണ് നിലവിൽ ഭരണപക്ഷം നിലയുറച്ചിരിക്കുന്നത്. ഇതിനെ എതിരിടാനുറച്ച് പ്രതിപക്ഷവും ശക്തമായി നിൽക്കുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്ന് നടക്കാനിരിക്കെ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R സുഗതൻ അയോഗ്യനാകുമോ ഇല്ലയോ എന്ന കാര്യം ഇന്നറിയാം. മേയർ VV രാജേഷ് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിക്കാനായി സമർപ്പിക്കും എന്നാണ് സൂചനകൾ. അപേക്ഷ എതിർക്കാനാണ് LDFന്റെയും UDFന്റെയും തീരുമാനം. അവധി അപേക്ഷ പാസ്സായില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാവുമെന്നിരിക്കെ അപേക്ഷ വോട്ടിടാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടേക്കും. എന്നാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും BJP. ഒരാളും ഇന്ന് അയോഗ്യനാകപ്പെടില്ലെന്ന് മേയർ VV രാജേഷ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. അവധി അപേക്ഷ നൽകിയ എല്ലാവർക്കും അത് അനുവദിച്ച ചരിത്രം മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളൂ എന്നും ഒരാളുടെയും അവധി അപേക്ഷയ്ക്ക് എതിരായ നിലപാട് BJP ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവിശ്വാസം കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണെന്നും എന്താണ് വൈകുന്നതെന്നാണ് മനസ്സിലാകാത്തതെന്നുള്ള പരിഹാസവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള VV രാജേഷ് ഉന്നയിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് കൗൺസിലർ അയോഗ്യനാക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അറസ്റ്റിലായിട്ടുള്ള സുഗതൻ അത്തരത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന 3ാമത്തെ കൗൺസിൽ യോഗമാണ് ഇന്ന് 2:30 നടക്കാൻ പോകുന്നത്. കൗൺസിലിന് അവധി അപേക്ഷ അംഗീകരിക്കാൻ അധികാരമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതങ്ങനെ നടന്നു കഴിഞ്ഞാൽ 3ാമത് പങ്കെടുത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരില്ല. പക്ഷേ പരാതിയുമായി ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ ഏത് സാഹചര്യത്തിലാണ് അവധി അംഗീകരിച്ചതെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് വളരെ വലിയൊരു തലവേദന തന്നെയാണ് ഇത് എന്നതാണ് നഗ്നമായിട്ടുള്ള സത്യം. ജൂൺ 29-നാണ് കഴിഞ്ഞ കൗൺസിൽ യോഗം ചേരുന്നത്. മാസത്തിൽ ഒരു കൗൺസിൽ യോഗം നിർബന്ധമാണെന്നിരിക്കെയാണ് ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 101 അംഗ കൗൺസിൽ സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് BJPക്കുള്ളത്. 2 സ്വതന്ത്രരിൽ ഒരാളുടെ പിന്തുണയോടെയേ BJP കോർപ്പറേഷൻ ഭരിക്കുന്നത്. സുഗതൻ അയോഗ്യനായാൽ BJP ഭരണസമിതി പ്രതിസന്ധിയിലാകുമെന്ന് ചുരുക്കം. UDFന്റെയും LDFന്റെയും ആകെ അംഗബലം എന്ന് പറയുന്നത് 49-ആണ്. 2ാമത്തെ സ്വതന്ത്ര അംഗത്തിന്റെ വോട്ട് ഇതോടെ നിർണായകമാകുമെന്നാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിരീക്ഷണം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്നയാൾക്ക് ഇത്തരത്തിൽ മേയർ അവധി അനുവദിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടാകുക എന്ന് UDFും LDFും ശക്തമായി പറയുന്നു. ഒരു കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ആൾക്ക് ഇത്തരത്തിൽ അവധി അനുവദിക്കുകയാണെങ്കിൽ പിന്നെ അത് കുറ്റം ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ആകില്ലേ എന്ന് UDF കൗൺസിലറായിട്ടുള്ള ശബരിനാഥ് ഉൾപ്പെടെ ചോദിച്ചു. എന്തായാലും അത്തരത്തിലാണ് നടപടികൾ കൈക്കൊള്ളുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും ഇതിൽ നിർണായക തീരുമാനം എടുക്കേണ്ടതെന്നും ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും, പ്രതിരോധിക്കുമെന്നുമാണ് LDFും UDFും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ആ ഒരു സംഭവം, ആ ഒരു തീരുമാനം അത് വളരെ നിർണായകമാണ് 3 മുന്നണികൾക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.